controversy related to a statement that you made related to menstruation and women being impure during that time. I am not commenting anything more because it was a seminar. The young media person asked me some questions. I replied. The social situation was only I have explained, nothing more. But I do you don't think have, you should no, apologize I don't for that want to, statement I saying don't, that women are impure no, during I that don't time? want to comment anything more because my statement was retorted in one particular channel. That is why I am not expressing any No, other. we all heard what you said exactly there. That exactly says No, that I women are said impure only the during menstruation. social സാമൂഹിക വ്യവസ്ഥയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. That is not my opinion. That is, I have only observed the social situation. So it's not your opinion. Yeah, why, how can it be my opinion? Because മുസ്ലിം സ്ത്രീകളോ ഹിന്ദു സ്ത്രീകളോ അവരുടെ പീരീഡ് സമയത്ത് അവർക്ക് ദേവാലയത്തിൽ അവർ പ്രവേശിക്കാറില്ല എന്നുള്ളത് ഇന്ന് നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. ഞാൻ പിന്താങ്ങുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു കുട്ടി ചോദിച്ചത് ഇതിനെല്ലാം മാറ്റിമറിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ലേ? സിവിൽ കോഡിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എം.വി. ഗോവിന്ദൻ മാഷാണ് എന്നോടൊപ്പം പങ്കെടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളല്ല മതവിശ്വാസങ്ങളും ആചാരങ്ങളും മാറ്റേണ്ടത്. അത് തന്നെ ഞാനും പറഞ്ഞു. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതി ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതി മാറ്റാൻ രാഷ്ട്രീയ പാർട്ടികൾക്കാവില്ല, അത്രേ പറഞ്ഞുള്ളൂ. കൈരളി പ്ലീസ് ഹിയർ മീ, പ്ലീസ് ഹിയർ നോട്ട്. ഞാൻ പറഞ്ഞത് മുഴുവൻ അവർ കൊടുത്തില്ലല്ലോ, ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇതാണ് നിലവിലുള്ളത്. That is not my opinion. How can it be my opinion? This is the social situation. I only observed that, nothing more. The witness is here, the main organizer. He is a journalist, Kiran Babu. You can ask to him what I said. Nothing more. നിലവിലുള്ള ഞാനൊരു മതത്തിന്റെ പുരോഹിതനോ ഒരു മതത്തിന്റെ അധികാരിയോ അല്ല. പാർട്ടിയുടെ അഭിപ്രായം മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഞങ്ങൾ അതേപടി അവരുടെ വിശ്വാസങ്ങൾ അതേപടി ഞങ്ങളും അതിനെ ആദരിക്കുന്നു, അത്ര തന്നെ. അഭിപ്രായമല്ലത്, മതവിശ്വാസങ്ങളെ മാറ്റാൻ പറയാൻ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറല്ല. ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ഞങ്ങളായാലും അദ്ദേഹം നിലവിലുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മാറ്റിമറിക്കണമെന്ന് പറയാൻ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളാരും സാമൂഹ്യ പരിഷ്കർത്താക്കളല്ല. അതൊന്നും അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അതെല്ലാം നിലവിലുള്ള സാമൂഹ്യവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. വീട്ടിൽ നിങ്ങൾക്കുണ്ടല്ലോ അമ്മയും സഹോദരിയും, നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, പിന്നെന്താ?